വിശുദ്ധ റമദാൻ മാസം വരുന്ന ബുധൻ അല്ലെങ്കിൽ വേഴൻ, ഈ രണ്ടാമൊരു ദിവസമായിരിക്കും നോമ്പിൻ്റെ ആദ്യം ഉണ്ടാവുക. പിറ ദർശിക്കുന്നതിന് ശേഷം മാത്രമാണ് ഫക്മുലു ഇൻ ഒബിയ ആലേക്കും ഫക്മുലു ഇദത്ത ഷഅബാന സലാസി, 29 ശക്കിൻ്റെ രാത്രി നിങ്ങൾ പിറ തേടുകയും അന്ന് പിറ കാണാൻ കഴിയാതെ പോകുന്ന പക്ഷം 30 പൂർത്തിയാക്കി റമദാനിലേക്ക് കടക്കുകയും ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ അധ്യാപനം ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമ്മൾ ഈ നോമ്പിലേക്ക് കടക്കാൻ. അതിസമർത്ഥന്മാരും ആയി മാറാൻ വേണ്ടിയിട്ടും കൂടുതൽ പ്രവാചക ചര്യയെ പോലും ഓവർടാക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രദേശത്തെങ്ങും കാണാത്തൊരവസ്ഥയിലും മറ്റ് ആരുടെയെങ്കിലും എവിടെയെങ്കിലും ലോകത്തിൻ്റെ കോണിൽ കണ്ടു എന്ന് കേട്ട കഥയുടെ പേരിലോ അല്ലെങ്കിൽ ആരെങ്കിലും കലണ്ടർ സംവിധാനത്തിലൂടെ അറിയിക്കുന്നതിൻ്റെ പേരിലോ ഒന്നും നമ്മളൊരു ആവേശം കാണിച്ചൊരു നോമ്പധികം പിടിക്കാമെന്ന് കണക്കാക്കില്ല. അത് അതിബുദ്ധിയാണ്. നമ്മൾ ഈ ഏത് വിഷയത്തിൽ എന്താ നമുക്കുള്ളത്, ഇതുകൊണ്ടൊക്കെ എന്താ റബ്ബിന് സാധ്യമാകുക? നമ്മൾ കുറേ നേരം ആഹാരം ഒഴിവാക്കിയാൽ പടച്ചവൻ്റെ റേഷൻ സംവിധാനത്തിൽ ഇടിവ് വരാതിരിക്കാൻ ഏറ്റവും നല്ലത് വർഷത്തിലെങ്കിലും ഒരു പട്ടിണി കിടണം. ഇവരിങ്ങനെ തിന്നു മതിച്ചു പോയാൽ പടച്ചവൻ ഇവിടെ ആഹാരം കൊടുക്കാൻ കഴിയില്ല എന്ന പ്രശ്നം പരിഹരിക്കാനാണോ? അല്ലല്ലോ, നിങ്ങളുടെ അനുസരണ കാണിക്കാൻ വേണ്ടിയാണ്. പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കണം, നിർത്താൻ പറഞ്ഞാൽ നിർത്തണം. അതാ റബ്ബ് നോക്കുന്നത്. നമ്മൾ ഈ പല വിഷയങ്ങളിലും നമ്മൾ ഓവർ സ്മാർട്ട് ആവാൻ ശ്രമിക്കാറുണ്ട്. അതല്ല അള്ളാഹു പറയുന്നത്. ഈ അസ്തമയമായ നോമ്പ് തുറക്കാൻ അപ്പോൾ ചില ആൾക്കാരുടെ ഒരു തീവ്ര ചിന്ത, അസ്തമയമായോ ആയില്ലേ, കൺഫ്യൂഷൻ, അല്പം കൂടെ കഴിയട്ടെ, ആയി കാണണം എന്നാലും അല്പം കൂടെ കഴിയട്ടെ എന്ന് കണക്കാക്കിയിട്ട് അസ്തമയം കഴിഞ്ഞും നോമ്പ് തുറക്കുന്നതിനെ വൈകിപ്പിക്കുന്നവൻ അവൻ സമർത്ഥനാണ്, അല്ലെങ്കിൽ കരുത്തുറ്റ നോമ്പുകാരനാണ്, കുറച്ചുകൂടി മിനിറ്റുകൾ കൂടുതൽ നോമ്പ് പിടിച്ച ആളാണ് എന്നെങ്കിലും പടച്ചവൻ്റെ മുമ്പിൽ നിൽക്കില്ല. നോമ്പ് തുറക്കാൻ പറഞ്ഞാൽ നോമ്പ് തുറക്കണം, അത്താഴം കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കണം. അള്ളാഹുവിൻ്റെ മുമ്പിൽ ആ അനുസരണ വേണം. ഈ മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി നിൽക്കാം, ന്യായമായ കാര്യങ്ങൾ അനുസരിക്കാൻ, അന്യായമായ കാര്യങ്ങൾ അനുസരിക്കേണ്ട കാര്യമില്ല. പക്ഷെ റബ്ബ് ഉണ്ടല്ലോ, റബ്ബിൻ്റെ വിഷയത്തിൽ ചോദ്യങ്ങളില്ല. റബ്ബ് പറഞ്ഞാൽ അനുസരിക്കുക, സമീന വഅതഅന, ഇതാ എല്ലായിടത്തും കാണാനുള്ളത് നോമ്പിൻ്റെ വിഷയത്തിലാണെങ്കിൽ പോലും. അതുകൊണ്ട് ഓവർ സ്മാർട്ട് ആവുന്ന രീതിയിൽ നമുക്ക് വേണ്ട, അതിബുദ്ധി കാണിക്കേണ്ടാരും. നമ്മൾ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച അധ്യാപനത്തിൽ നിന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലും ശാസ്ത്രം പുരോഗമിച്ചു, കാര്യങ്ങളൊക്കെ പുരോഗമിച്ചു, ഇനിയും നേരം വെളുത്തില്ല എന്നതുമല്ലല്ലോ. നിങ്ങൾ ആരെയാണ് ചോദ്യം ചെയ്യും? നോമ്പിൻ്റെ സിസ്റ്റം പോലും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചാണ്. ഇതെങ്ങനെ പിടിക്കണമെന്ന് റസൂൽ പറഞ്ഞതുപോലെ പിടിച്ചാൽ മതി, അതിനപ്പുറത്തൊന്നും നിങ്ങളില്ല. അങ്ങനെ ശാസ്ത്രവും പുരോഗമിച്ചു, കാലം പുരോഗമിച്ചു. അതുകൊണ്ട് ആ വിധത്തിലേക്ക് എന്ത് ചെയ്യുക, ഈ ഫാസ്റ്റിങ്ങിൻ്റെ സംവിധാനം, ഈ നോമ്പ് സംവിധാനമൊക്കെ പോരാ, മാറ്റം പറയണം എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അത് നമ്മുടെ ചിന്താക്കുഴപ്പമാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇത്തിരി കുഞ്ഞം ബുദ്ധി കൊണ്ട് ആലോചിച്ചെടുക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നതല്ല പലപ്പോഴും പടച്ചവൻ്റെ വിശദീകരണങ്ങൾ, കാര്യങ്ങൾ എന്നുള്ളത്. അല്പം ഡെപ്തിന് പഠിക്കാൻ കഴിയണം. നമുക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല എങ്കിൽ അത് തെറ്റാണ് എന്ന് ധരിക്കുന്നത് നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മൾ അതിബുദ്ധി കാണിക്കുകയാണ്. അവിടെ നമ്മൾ വലിയ ബുദ്ധിമാന്മാരെന്ന് നമ്മുടെ നാട്യത്തിൽ നിന്ന് പുറത്തു വരണം. നമ്മൾ അള്ളാഹുവിൻ്റെ പ്രസ്താവനകളും പടച്ചവൻ്റെയും റസൂലിൻ്റെയും അധ്യാപനങ്ങളുടെയും കാമ്പുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്കിപ്പോഴും കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല, നമ്മുടെ ഈ ബുദ്ധി വികസിച്ചിട്ടില്ലെന്ന് കണക്കാക്കുക. അതാ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കുക, അള്ളാഹുവിൻ റസൂലിനെയും അനുസരിച്ചു കൊണ്ടാണ് ഏത് പ്രവൃത്തിയിൽ നമ്മൾ നിൽക്കേണ്ടത്. അപ്പോൾ റസൂൽ പറഞ്ഞതുപോലെ പിറ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ അറിയിപ്പ് കിട്ടിയാൽ, ഷഅബാൻ പൂർത്തിയായി കഴിഞ്ഞാൽ നോമ്പിലേക്ക് കിടക്കാം. നോമ്പ് എന്നുള്ളത് നമുക്കറിയാം, ലാ മിസ്ല ലഹു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാനതകളില്ലാത്ത അമലാണ്. ഒരു മനുഷ്യൻ ചെയ്യുന്ന സമാനതകളില്ലാത്ത അമലാണ്. ആ അമലിൽ നിന്ന് ആരും മാറി നിൽക്കാൻ പാടില്ല ഒരു കാരണവശാലും. എല്ലാവരുടെയും നിർബന്ധിതമായൊരു ബാധ്യതയാണ്. ഇതിന് മറ്റു പരിഹാരങ്ങളുമില്ല. നോമ്പിന് നോമ്പ് തന്നെയാണ് പരിഹാരം. ന്യായമായ കാരണങ്ങളുണ്ട്. രോഗം കൊണ്ട് നിങ്ങൾക്ക് ഇത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല, യാത്രയുടെ ക്ലേശം കാരണം നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ മറ്റൊരു ദിവസത്തിലേക്ക് മാറ്റാനുള്ള ഇളവിനപ്പുറത്തേക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഒരു ഇളവുമില്ല, ഒരു മാർഗവുമില്ല. ഇത് പിടിച്ചേ തീരും. അള്ളാഹുവിൻ്റെ നിർബന്ധമായ ഒരു നിർദ്ദേശമാണ് കുത്തിബ അലൈക്കും സിയാം നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇത് നമ്മളും നമ്മുടെ കുടുംബത്തിലെ ഓരോരുത്തരും ഇത് കൃത്യമായി പാലിക്കണം. നമ്മൾ വലിയ സ്നേഹമുള്ള ആൾക്കാർ, മക്കളോടൊക്കെ വലിയ സ്നേഹമാണ്. അവരെങ്കിലും വിഷന്നിരിക്കുന്നെങ്കിൽ മാതാപിതാക്കൾക്ക് വലിയ താല്പര്യം പിടിക്കാറങ്ങുമില്ല. ആ 10-18 വയസ്സായിട്ടുള്ളൂ, ഇപ്പോഴെങ്കിലും നോമ്പ് പിടിക്കേണ്ട മക്കളെന്നാ. മക്കളെ ഒന്നാമൻ ജിമ്മിൽ പോകുന്ന പയ്യനാണ്, അവൻ ഇനി നോമ്പും പിടിപ്പിച്ചിട്ട് അവൻ ഈ പറഞ്ഞ വിറ്റാമിനൊക്കെ കഴിച്ച് മസിലൊക്കെ പെരുക്കാൻ വേണ്ടി സിക്സ് പാക്കിന് വേണ്ടി നടക്കുന്ന അവനെ കൊണ്ട് നോമ്പ് പിടിപ്പിക്കേണ്ട എന്ന് കണക്കാക്കുന്ന രക്ഷകർത്താക്കൾ വരുന്നുണ്ട്. മക്കൾ പരീക്ഷയാണ്, സ്കൂളിൽ പോകുന്ന സമയമാണ്, അതുകൊണ്ട് നോമ്പ് വേണ്ട, തൽക്കാലം കോളേജിൽ പോകുന്ന സമയമാണ്, ഇപ്പോൾ ഈ ലീവ് ദിവസങ്ങൾ നോമ്പ് പിടിച്ചാൽ മതിയെന്ന് അങ്ങനെ പറയുന്ന രക്ഷകർത്താക്കളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ലീവ് ദിവസം ഉണ്ടാകുമ്പോഴും അങ്ങനെ നിങ്ങൾക്ക് ഒഴിവ് കിട്ടുമ്പോഴും ഒക്കെ അങ്ങ് പിടിച്ചാൽ മതി എന്ന് കണക്കാക്കാൻ വേണ്ടിയല്ല നിസ്കാരവും നോമ്പും വെച്ചിട്ടുള്ളത്. ഇത് നിർബന്ധ ബാധ്യതയാണ്. ഇതിന് ഒഴിവാവാൻ ഒരു കാരണവുമില്ല. സുന്നത്ത് നോമ്പുകൾ ആയിക്കോട്ടെ, നിങ്ങൾ ഈ വിധത്തിലാണെങ്കിൽ ഒഴിവാക്കിക്കോ, അല്ലെങ്കിൽ വിഷയമുള്ള കാര്യമില്ല. പക്ഷേ ഈ റമദാൻ മാസത്തിൻ്റെ ഒരു നോമ്പ് പോലും പ്രായപൂർത്തിയായ ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ഒഴിവാക്കാൻ പാടില്ല.
നിർബന്ധമായ ബാധ്യതയാണ്. അത് അന്യോന്യം മനസ്സിലാക്കുക. രക്ഷകർത്താക്കൾ മക്കളോടൊക്കെ എന്ത് ചെയ്യുക, വളരെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ചു കൊടുക്കേണ്ട വിഷയമാണ്. ഈ സഹാബി വനിതകൾ പറയുന്നുണ്ട്, നമ്മളെ കൊച്ചുമക്കൾ സുന്നത്ത് നോമ്പ് പോകുന്നാൽ പോലും പിടിപ്പിക്കുമായിരുന്നു. ആ നോമ്പ് പിടിച്ച് സായാഹ്നത്തിലെത്തുമ്പോൾ അവർ നിർബന്ധ ബുദ്ധിയോടെ കരയും. കാരണം അവർക്ക് വിശപ്പുണ്ടാവും സഹിക്കാൻ കൊച്ചുകുട്ടികളാണ്. അപ്പം അതുകൊണ്ട് അവർക്ക് വേണ്ടി കളിക്കോപ്പുകൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെക്കും. പലകയിലും ഈന്തപ്പനത്തിൻ്റെ ഇതിനൊക്കെ തോലിലും അത് കണക്കിന് അതിൻ്റെ ചകിരിയിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ കരഞ്ഞു തുടങ്ങുമ്പോൾ ഈ കളിപ്പാട്ടം എടുത്ത് അവർക്ക് കൊടുത്ത് കളിപ്പിച്ച് അസ്തമയം വരെയും കൊണ്ടെത്തിച്ചിട്ട് മക്കൾക്കിപ്പം നോമ്പ് തുറന്നൊരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട് ഞങ്ങൾക്കെന്ന് സഹാബി വനിതകൾ രേഖപ്പെടുത്തുമ്പോൾ, അത്രമാത്രം ഈ മക്കളുടെ വിഷയത്തിൽ അവർ ദീനിയായ ഒരു ചിട്ടയിൽ ജീവിച്ച് വളർന്നു വന്നാൽ മാത്രമേ ഈ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുള്ളൂ എന്നുള്ള അവരുടെ തിരിച്ചറിവാണിത്. നമ്മൾ ഈ കതിൽ വളം വെക്കുന്ന അവസ്ഥ നമുക്കുള്ളത്. ഇഷ്ടത്തിനെങ്കിൽ വിടുക, യഥേഷ്ടം വിടുക. വസ്ത്രത്തിലും വസ്ത്രധാരണയിലും ഇസ്ലാമിക ചിട്ടകളിലും ഒക്കെ ഈ കൊച്ചു കുട്ടികളല്ലേ, അവർക്ക് പിന്നെ എന്താണ് മുട്ടുവരെ ഉള്ള ഫ്രോക്ക് വിട്ട് കൊച്ചിലെ ആ കുട്ടികളെ വളർത്തി വലുതാക്കാണ്. നോമ്പ് പിടിക്കാൻ പറയില്ല, നിസ്കരിക്കാൻ പറയില്ല. അതൊക്കെ അവർക്ക് സമയമാകുമ്പോൾ അവർ ചെയ്തോളൂ. അവസാനം നമ്മൾ പിടിച്ചാൽ കിട്ടും. ഇവരൊക്കെ കയറി ഇരുന്ന് ചാനലുകളിൽ മറ്റൊക്കെ കയറി ഇരുന്നിട്ട് ഇവർ ഈ ഓരോന്നിനും നമുക്കെതിരെ സംസാരിക്കുന്നത് സ്വന്തം ഉമ്മ മരിച്ചു പോകുമ്പോൾ പോലും അവരെ ആക്ഷേപിക്കുന്ന, പരിഹസിക്കുന്ന, വളരെ മോശമായി പ്രതികരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു തലമുറയെ കൊണ്ടെത്തിക്കുന്നതിൽ നമുക്കും കുറേയൊക്കെ പങ്കുണ്ട്. നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ഗൗരവത്തോടെ നമ്മുടെ മക്കളെ കൂടി ഈ ദീനി കാര്യങ്ങളിൽ ഒപ്പം നിർത്തിക്കൂ. അംഫുസക്കും വാഹിലിക്കും നാറ വഖൂദുഹന്നാസു വൽ ഹജാറ. നമ്മൾ എന്ത് ചെയ്യും, നല്ലവരാവുക. നമ്മൾ കർമ്മങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ, അനുഷ്ഠാനങ്ങളിൽ നിന്ന് മാറി നിൽക്കാതെ ജീവിതത്തിൽ പകർത്തുക. ഒപ്പം നമ്മൾ കുടുംബത്തെയും ഒപ്പം ചേർക്കുക. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.